ബജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചതോടുകൂടി പശുപ്പാറ കവല 7-ാം നമ്പർ വാഗമണ്ണ ലിങ്ക് റോഡ് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതീക്ഷയില്ലെന്ന് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി. 2020 മുതൽ റോഡിന് ഫണ്ട് അനുവദിച്ചതായി പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ആരോപണം. ഈ ബജറ്റ് പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് തട്ടിപ്പാണെന്നും കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാൽ VS പറഞ്ഞു. 2020 ES ബിജിമോൾ MLA റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ പശുപ്പാറ റോഡിന് അനുവദിച്ചിരുന്നു. 6 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാനായിരുന്നു എസ്റ്റിമേറ്റ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണു പരിശോധന നടത്തി. എന്നാൽ റീബിൽഡ് കേരളയിലുള്ള റോഡുകൾക്ക് 8 മീറ്റർ വീതി നിർബന്ധമാക്കി സർക്കാർ ഉത്തരവിറക്കി. തുടർന്ന് ഇതനുസരിച്ചുള്ള എസ്റ്റിമേറ്റും മണ്ണു പരിശോധനയും വേണ്ടിവന്നു. ഇത്തരം പ്രശ്നങ്ങളിൽ കുരുങ്ങി സാങ്കേതിക അനുമതി ലഭിക്കാൻ 3 വർഷം വേണ്ടിവന്നു. എന്നാൽ പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം 8 മീറ്റർ വീതിയിൽ BMBC നിലവാരത്തിൽ റോഡ് നിർമ്മിക്കാൻ അനുവദിച്ച ഫണ്ട് മതിയാകാതെ വന്നു. റോഡ് നിർമ്മാണം നടക്കാതെ വന്നതോടെ നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രക്ഷോഭം തുടങ്ങി. റോഡിന്റെ ശോച്യാവസ്ഥ സംബന്ധിച്ച് ഇടുക്കി വിഷൻ പലതവണ വാർത്തകൾ നൽകിയിരുന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് മുൻകൈയെടുത്ത് വീണ്ടും ഫണ്ടാനുമതി വാങ്ങി. അപ്പോഴേക്കും മതിയായ ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ കരാറുകാരൻ പിൻവാങ്ങി. കാറ്റാടിക്കവല, പശുപ്പാറ, ആലമ്പളി, ലക്ഷംവീട്, മലയപ്പുതുവൽ, 7-ാം നമ്പർ തുടങ്ങിയ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണിത്. 3 പതിറ്റാണ്ടായി റോഡ് തകർന്നു കിടക്കുകയാണ്. ഓരോ ബജറ്റിലും ഫണ്ട് അനുവദിക്കുമെങ്കിലും നടപടി ഉണ്ടാകുന്നില്ല. കാറ്റാടിക്കവല പശുപ്പാറ റോഡിന് ബഹുമാനപ്പെട്ട ശ്രീ ES ബിജിമോൾ MLA കാലത്ത് 1 കോടി രൂപ ബഡ്ജറ്റിൽ വകവരുത്തുകയും അതിനുശേഷം ശ്രീ വാടൂർ സോമൻ MLA ആയിരുന്ന സമയത്ത് ബഡ്ജറ്റിൽ 3 കോടി രൂപ വയ്ക്കുകയും ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ 5 കോടി രൂപ വെച്ചിട്ടുണ്ട്. പക്ഷെ നാളിതുവരെയായിട്ട് ആ റോഡിന്റെ പണി തുടങ്ങാൻ പോലും സാധിച്ചിട്ടില്ല. അത് ആ മേഖലയിലുള്ള ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള സർക്കാരിന്റെ നടപടികളാണ് അതിനെ കാണാൻ സാധിക്കുന്നത്. ബജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചുവെങ്കിലും ഇത് തെരഞ്ഞെടുപ്പ് തട്ടിപ്പാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. നിലവിൽ പ്രഖ്യാപിച്ച ഫണ്ട് ഉപയോഗിച്ച് റോഡ് ഫലപ്രദമാകുന്ന പ്രതീക്ഷയും നാട്ടുകാർ വെച്ചു പുലർത്തുന്നുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.